പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ഫ്രാൻസ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംഘടിപ്പിച്ച പ്രത്യേക ഉച്ചകോടിയിലായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ, പോർച്ചുഗൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. We must recognize that Palestinians and Israelis are living in twin solitude. The solitude of the Israelis following the historic nightmare of the 7th of October 2023 and the solitude of Palestinians at their wits' end in the face of this ceaseless war. The time has come because the worst could still come to pass. The sacrifice of more civilians, the expulsion of the people of Gaza to Egypt, the annexation of the West Bank, the death of hostages detained by Hamas, or facts on the ground which could irreversibly change the situation there on the ground. This is why, this is the very reason that today, here in this chamber, we must pave the way for peace. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഫ്രാൻസും നിലപാട് വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുസഭയിൽ മാക്രോൺ വിശദീകരിച്ചത്? തീർച്ചയായും ഈ ഫ്രാൻസിന്റെ അംഗീകാരം നൽകും, ഫ്രാൻസ് പാലസ്തീൻ അംഗീകാരം നൽകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി ചേർന്ന് UN-ൽ നടത്തിയ ഒരു പ്രത്യേക പാലസ്തീൻ സംഘർഷം, ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രത്യേക ഉച്ചകോടിയിലാണ് ഈ നിലപാട് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചത് നമ്മളിപ്പോൾ കേട്ടത്. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കാലങ്ങളായി തുടരുകയാണ്. അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പാലസ്തീനും ഇസ്രായേൽ എന്നീ രണ്ട് രാജ്യങ്ങളുടെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു അന്തിമ പരിഹാരം അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ ഈ മേഖലയിലെ അശാന്തി തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ടാവും. ഇത്തരത്തിലൊരു അശാന്തി തുടരുന്ന പശ്ചാത്തലം ഒഴിവാക്കുന്നതിനെ പാലസ്തീനെ അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. ശത്രുവിനെ അംഗീകരിക്കുക വഴിയാണ് സംഘർഷം ഒഴിവാക്കാൻ സാധിക്കുക എന്ന ഒരു ന്യായീകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ നിലപാടിനെ ഇന്നലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു എതിർത്തിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടനും അതുപോലെ തന്നെ പോർച്ചുഗലും അത്തരത്തിലുള്ള രാജ്യങ്ങളും എല്ലാം തന്നെ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ച നിലപാടെടുത്തപ്പോൾ തന്നെ ഇത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന രീതിയാണ് എന്ന് കൃത്യമായി ഇന്നലെയും പറഞ്ഞിരുന്നു. നേരത്തെയും ഫ്രാൻസ് ഇക്കാര്യം മുന്നോട്ട് വെച്ചപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു ഈ നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾ കൂടി ഇതിന് തയ്യാറായിരിക്കുന്നു എന്ന നിലപാടും ഫ്രാൻസ് അറിയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സംഘർഷം രൂക്ഷമാകാനുള്ള ഒരു സാധ്യത തീർച്ചയായും ഗാസയിൽ ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഏൽപ്പിക്കുക, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന നിലപാടാണുള്ളത്. ബ്രിട്ടനെല്ലാം തന്നെ ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഈ കാര്യത്തിൽ പാലസ്തീനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ, ഒരു രാഷ്ട്രമായി പാലസ്തീനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വാഭാവികമായും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സംഘർഷം കുറെ കൂടി കലുഷിതമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ബ്രിട്ടനും ഓസ്ട്രേലിയ അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളെല്ലാം തന്നെ പാലസ്തീനെ അംഗീകരിച്ചതിന് പിന്നാലെ ഔദ്യോഗികമായി ഫ്രാൻസും ഇപ്പോൾ പാലസ്തീനെ അംഗീകരിക്കുകയാണ്. ആദ്യം പാലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാടെടുത്തത് കാനഡയ്ക്ക് തൊട്ടുമുമ്പ് നിലപാടെടുക്കുകയും ചെയ്തത് ഫ്രാൻസ് എന്ന രാഷ്ട്രവുമാണ് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. രാഖി. ശരി ഐസൻ.